ഈ വാച്ച് നൈറ്റ് സർവീസിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് പുതുവർഷത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഒരു മീറ്റിങ്ങിന് കടന്നു വന്ന് ചിലത് ചെയ്തേച്ച് പോകുന്നതിനകത്തല്ല വേണ്ടത്. ഇന്ന് ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മെ കരം പിടിച്ച് പുതുവർഷത്തിലേക്ക് കടക്കണം. ഏത് കാര്യങ്ങളും ദൈവത്തോടുകൂടെ ചേർന്ന് തുടങ്ങുന്നത് അനുഗ്രഹമാണ്. നമ്മൾ ഇന്ന് നടക്കുകയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ നടത്തണം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കരങ്ങളെ പിടിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് പുതുവർഷത്തിലേക്ക് എന്നെ നടത്തണം. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയപ്പോൾ 2013 ജനുവരി ഞാൻ ഓർത്തില്ല, ഈ ഡിസംബർ മാസം 31 കാണുവാൻ സാധിക്കുമെന്ന് എൻ്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഒന്നുകിൽ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കാമായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. ഇന്ന് രാത്രി ദൈവം തൻ്റെ ദാസിൽ കൂടെ നമ്മെ കേൾപ്പിച്ചതുപോലെ വളരെ വിലപ്പെട്ടതായ കാര്യമായിരുന്നു. ദൈവം നമ്മോട് കാണിച്ച നന്മയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ, ഇന്നത്തെ അവസ്ഥയെ ഓർത്തുകൊണ്ട് പിറുപിറുക്കുവാനല്ല നാം വന്നിരിക്കുന്നത്. നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയായി തീരും. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് എല്ലാവരും ഒരുക്കപ്പെട്ടാണ്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവത്തിൻ്റെ കരങ്ങൾ നാം അനുഭവിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന കൃപയെ അനുഭവിക്കേണ്ടത്. യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ, വി താങ്ക് യു മൈ മാസ്റ്റർ, വി താങ്ക് യു. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് കൽപ്പിച്ച മറ്റേ വാഗ്ദത്തം നമുക്കുണ്ട്. അവരിന്ന് രാത്രി നമ്മോടുകൂടെ ആയിരിക്കുമ്പോൾ നാം ഏകരായിട്ടല്ല നാം ആയിരിക്കും. നമ്മുടെ അരുമ മടവാളൻ നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും കൈവിടത്തില്ലെന്ന് പറഞ്ഞവൻ നമ്മോടുകൂടെ ഉണ്ട്. ആ നല്ല നാഥൻ നടത്തിയ വഴികളെ നോത്താട്ടോ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ കഴിഞ്ഞ 2013 മുഴുവൻ ദൈവത്തിന്റെ കൃപ ഞാനും നിങ്ങളും അനുഭവിപ്പാൻ ദൈവം കാരണമാക്കി തീർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നു പോയതായ സ്ഥാനത്ത്, വീണു പോയതായ സ്ഥാനത്ത് ലോകം പറയുണ്ടായി ഇതോടുകൂടെ നശിച്ചുവെന്ന്. എന്നാൽ യേശുവിന്റെ ശക്തി കടന്നു വന്ന് അവൻ നമ്മെ പിടിച്ചുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴുകനെ പോലെ പുതിയ വരുന്ന ദൈവശക്തി അവൻ നമ്മുടെ മേൽ പകർന്ന് തന്ന്. ഹല്ലേലൂയ. അവന്റെ വിശുദ്ധമായിരിക്കുന്ന കൃപ നമ്മുടെ മേൽ പകർന്ന് തന്ന്, അവന്റെ പരിശുദ്ധ അനുഗ്രഹം നമ്മുടെ മേൽ പകർന്ന് തന്ന് നമ്മെ ജയോത്സവമായി നടത്തിയൊരു നല്ല ദൈവം, നമ്മെ ജയോത്സവമായി നടത്തിയൊരു നല്ല ദൈവം. 2014 എങ്ങനെയാണെന്നുള്ളതല്ല, 2013 ജയോത്സവമായി നടത്തിയ ഒരു നല്ല ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടോ. നന്ദി പറയേണ്ടവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ദൈവത്തെ വാഴ്ത്തേണ്ടവർ ദൈവത്തെ വാഴ്ത്തിയാട്ടോ. അന്യഭാഷ ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നവരോ അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. അല്ലാത്ത മതങ്ങൾ തുറന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞു ദൈവത്തെ ദൈവത്തോട് പറഞ്ഞാട്ടോ. ഇന്നെനിക്ക് മുട്ടോളം പോരാ കർത്താവേ, ഇന്നെനിക്ക് അരോളം പോരാ, ഇന്ന് നീന്തി കുളിക്കുന്നൊരു അനുഭവം. ആത്മനദിയില ഇന്ന് രാത്രി ഞാൻ നീന്തപ്പെട്ട് കർത്താവേ. ദൈവത്തെ വാഴ്ത്തിയാട്ടോ. ദൈവശക്തി ശക്തമായിട്ട് ഇവിടെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായിട്ട് ഇവിടെ പകരപ്പെടുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ എത്രയെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. കഴിഞ്ഞ നാളിൽ നടത്തിയത് സൈന്യത്തിന്റെ ബലം കൊണ്ടല്ല, ശക്തിയുടെ ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി. Yes my Father, we praise you, we praise you my Master, we thank you, we thank you my Master, we thank you. കരങ്ങൾ അടിക്കുന്നവരെ കരങ്ങൾ അടിച്ചാട്ടോ. നാം ചലിപ്പിച്ചാട്ടോ. ദൈവത്തെ വാഴ്ത്തേണ്ടവർ ദൈവത്തെ വാഴ്ത്തിയാട്ടോ. മഹത്വപ്പെടുത്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടോ. യേശുവിന്റെ നാമത്തിലോ, യേശുവിന്റെ നാമത്തിലോ അത്ഭുതങ്ങൾ ഉണ്ട്. 2013 നീ മുൻപോട്ട് കടന്നു പോകുകയാണ്. 2014 കടക്കുമ്പോൾ നിന്റെ രോഗത്തോടുകൂടി നീ കടക്കേണ്ട കാര്യമില്ല, നിന്റെ വേദനയോടുകൂടെ കടക്കേണ്ട കാര്യമില്ല. 2013 അത് അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ബലത്തോടുകൂടെ, പുതിയ ശക്തിയോടുകൂടെ, പുതിയ ഗുണങ്ങളോടുകൂടെ
ശക്തിയോടെ നിന്നെ 2014 നയിപ്പാൻ എന്റെ ദൈവം ശക്തൻ, എന്റെ ദൈവം ശക്തൻ, എന്റെ ദൈവം ശക്തൻ, എന്റെ ദൈവം ശക്തൻ. 2014 ഒരു പുതുക്കത്തിന്റെ വർഷമാകട്ടെ, ഒരു പുതുക്കത്തിന്റെ വർഷമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിന്റെ വർഷം, ഒരു പുതുമയുടെ വർഷം, ഹല്ലേലൂയ, ഒരു ആരംഭത്തിന്റെ വർഷം. ഹംദലല ബക്കാല ബലബ ഉല്ലല ബന്ദല ബക്കാല ബലബ. ഹംദലല ബക്കാല ബലബ ബകാല ബലബദാല ഉഗ്ഗല ഹംദലല ബക്കാല ബലബ ഹംദലല ബകാല ബലബ ബകാല ബലബദാല ഉഗ്ഗല ഹംദലല ബക്കാല ബലബ ബകാല ബലബദാല ഉല്ലല ബന്ദല ബക്കാല ബലബ ബകാല ബലബദാല ഉഗ്ഗല ഹംദലല ബക്കാല ബലബ ഹംദലല ബക്കാല ബലബ ബകാല ബലബ. നാഥന് നന്ദിയാൻ സാധിക്കുമോ? നാഥന് നന്ദിയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. പ്രിയൻ നടത്തിയ വഴികൾ ഓർത്താൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ, ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ഹംദലല ബക്കാല ബലബ. Yes my Father, we praise you, we praise you my Master, we thank you, we thank you my Master, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി, നന്ദി രാജാ, നിനക്ക് നന്ദി. ഉള്ളങ്ങൾ തുള്ളുന്നെങ്കിൽ പ്രാർത്ഥിച്ചാട്ടോ, ദൈവത്തിന് നന്ദി കരത്തി പ്രാർത്ഥിച്ചാട്ടോ. ഒരു വാക്കില് എന്റെ ദൈവമേ 2013 അനുഗ്രഹപ്രദമായി നടത്തിയതിനാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. 2013 ഇനി നന്ദി പറയുവാൻ അവസരമില്ല. ഈ 2010 അവസാന നിമിഷം ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് പ്രാർത്ഥിച്ചാട്ടോ. അനുഗ്രഹിക്കപ്പെട്ട 2014 സ്വർഗ്ഗസ്ഥനായിരിക്കെ ദൈവം നമ്മെ സഭയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ദൈവത്തിന്റെ വലിയ ദയ. നാം കടന്നതല്ല, അവൻ നമ്മെ കടത്തിയതാ. നാം അവന്റെ കരം പിടിച്ചതല്ല, അവൻ തന്റെ കരം കൊണ്ട് നമ്മെ പിടിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുമെന്നുള്ള ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിന്റെ നിവർത്തീകരണം ഒരിക്കൽ കൂടെ നമ്മുടെ കരം പിടിച്ച് പുതുവർഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാൽ വിശുദ്ധ കരങ്ങൾ അടിച്ച് വലിയവനായിരിക്കും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. യെസ്, ശക്തിയോടെ 2013 നമ്മൾ കടന്നു വന്ന സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അനേക ദൈവദാസന്മാർ ഒരുപോലെ അവകാശപ്പെട്ടതായിരിക്കുന്ന വിഷയമായിരുന്നു. ഒരു പക്ഷെങ്കിൽ കർത്താവായ യേശുവിൻ്റെ വരവ് 2013 സംഭവിക്കും. ലോകം ഒന്നടങ്കം അതിനുവേണ്ടി കാത്തിരുന്നു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷെങ്കിൽ നമ്മൾ കൃപയാൽ ഈ 2014 തുടക്കത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ 2014 എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, രണ്ട് കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവ്. അതിന് നാം അടുത്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് നാം അടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമത്, ദ സെയിം ടൈമിൽ നമ്മൾ നടക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുകൂടെ നടക്കേണ്ടതായിരിക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ വാഴ്ച എന്ന് പറയുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ നടക്കണമെങ്കിൽ അതിനുവേണ്ടി യേശുക്രിസ്തുവിനെ വരവേൽക്കുവാൻ തക്കവണ്ണം ലോകം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരുപോലെ സംഭവിക്കുന്നത്. ഒന്ന്, ദുഷ്ടതയ്ക്ക് വേണ്ടി ലോകം കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലായിട്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒന്നുകൂടെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് 2014 എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും 2014 ആവശ്യകത എന്ന് പറയുന്നത്? ദീർഘ ദിവസങ്ങൾ ഈ പർട്ടിക്കുലർ മെസ്സേജിന് വേണ്ടി ദൈവസനെ ഞാൻ കാത്തിരുന്നു. അതിൽ ദൈവം എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം 4-5 വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 4 and 5. അവർ യോഗ്യന്മാരാകയാൽ, ഇന്ന് രാത്രി എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വാക്ക് വേർത്തിലി, യോഗ്യമായി നടക്കുക. 2014 നാം കാലെടുത്ത് വെച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് 2014 ചില യോഗ്യതയോടുകൂടെ നാം നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഒന്ന് കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്ന സഭ എന്ന് പറയുന്നത് സർദീസിലെ സഭയാണ്. അരുമനാഥനാകുന്ന യേശുക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്ന വെളിപ്പാടിൽ
7 സഭകളെക്കുറിച്ച് പറയുന്നതിനകത്ത് 7 സഭകളെക്കുറിച്ച് പറയുന്നതിനകത്ത് ഒരു സഭയാണ് സർദീസ് എന്ന് പറയുന്നത്. അതിനു മുൻപ് 2 സഭകൾ കഴിഞ്ഞു. ഒന്ന് നമ്മൾ കണ്ടത്, ആദ്യമായിട്ട് നമ്മൾ കണ്ട എഫെസോസിലെ സഭയും സ്മർന്നയിലെ സഭയും. ഈ 2 സഭകളുടെ അവസ്ഥയെന്ന് പറയുന്നത് ദൈവനാമത്തിന് വേണ്ടി ഒത്തിരി പീഡനം സഹിച്ച് മുൻപോട്ട് പോയ സഭയാണ്. പ്രയാസങ്ങൾ ഒത്തിരി അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടേണ്ടതായിട്ട് വന്നു. പ്രയാസമേറിയ അവസ്ഥയിൽ കൂടെ ദൈവമക്കൾ മുൻപോട്ട് കടന്നുപോയി. പക്ഷേ ആ ദൈവമക്കൾ ആ ഭാരങ്ങളിൽ കൂടെ കടന്നു പോയപ്പോഴും അവർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരുടെ ഭക്തിക്ക് യാതൊരു കുറവും വരുവാനിടയായിത്തീർന്നില്ല. അവരുടെ ഭക്തിയിൽ അവർ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി അവർ ഏത് ദേശത്ത് എവിടെയായിരുന്നുവോ അവിടെയൊക്കെയും പ്രയോജനപ്പെടുവാനായിട്ട് അവർക്കിടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷം സംഭവിച്ചതായിരിക്കുന്ന സഭായുഗം എന്ന് പറയുന്നത് പെർഗമോസിലെ സഭ, തിയതരയിലെ സഭ, ഈ 2 സഭയുടെ കാലയളവെന്ന് പറയുന്നത് സഭയ്ക്ക് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഒരു വളരെ സമാധാനപരമായിരിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ സമാധാനപരമായിരിക്കുന്ന കാലത്താണ് സകലവിധമായിരിക്കുന്ന അവിശ്വാസങ്ങൾ, വിശ്വാസത്തിന് വിരുദ്ധമായിരിക്കുന്ന പല പ്രവൃത്തികൾ സഭയിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. ഞാൻ ഇന്ന് വൈകിട്ട് ഈ വിഷയം ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. വാസ്തവത്തിൽ സഭയ്ക്ക് പറ്റിയതായിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ ഇല്ലായ്മയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് സഭയ്ക്ക് അറിയാമായിരുന്നു. അതിൻ്റെ സമൃദ്ധിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് സഭയ്ക്ക് മനസ്സിലായില്ല. സഭയ്ക്ക് ദൈവം സമാധാനം കൊടുത്തപ്പോൾ, ദൈവം സഭയ്ക്ക് സ്വസ്ഥത കൊടുത്തപ്പോൾ, ആ സ്വസ്ഥതയിൽ എങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടണം, ദൈവമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത് സഭ മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ഈസി ആയിരിക്കുന്ന അവരുടെ മൂവ്മെന്റ് സഭയിലെ കന്യാചാരങ്ങൾ കടന്നു വരുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കുഴപ്പം അവിടെയാണ്. എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം കഷ്ടതയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കണം നിലവിളിച്ചുകൊണ്ട്, ദൈവമല്ലാതെ വിടുവിക്കുവാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെങ്കിൽ പലപ്പോഴും നമുക്കറിയാത്തൊരു കാര്യമാണ്, നമ്മളെ ദൈവം സമൃദ്ധിയിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ സമൃദ്ധിയിൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നോ, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമോ, ദൈവത്തെ എങ്ങനെ മാനിക്കണമെന്നോ പലപ്പോഴും നമുക്കറിയാത്തൊരു വിഷയമാണ്. മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ദൈവത്തെ അറിയാതിരുന്നൊരു കാലത്ത് കഷ്ടത്തിലായിരുന്നപ്പോൾ അങ്ങ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കി? ഇന്ന് ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി? അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുവാൻ ഫിലിപ്പിയ സഭയോട് താൻ ഇപ്രകാരം പറയുന്നു, താഴ്ചയിൽ ഇരിപ്പാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം, എല്ലാം ഞാൻ പഠിച്ചിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായതാകുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, സഭയിൽ കടന്നു വന്നതായിരിക്കുന്ന പരീക്ഷയുടെ നടുവിൽ വിശ്വാസം തള്ളിക്കളയാതെ, വിശ്വാസത്തിന് യാതൊരു ഛേദവും വരുത്താതെ വണ്ണം ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ സഭയ്ക്ക് സാധ്യമായെങ്കിൽ, സഭയെ ദൈവം അനുഗ്രഹിച്ച് സമാധാനം കൊണ്ടുവന്നപ്പോൾ സഭയ്ക്ക് അതെങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ സഭയിലേക്ക് പലവിധമായിരിക്കുന്ന ഉപദേശ പിശകുകൾ കടന്നു വരുവാൻ കാരണമായി തീർന്നു. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സർദീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദോസ് എസ്കേപ്ഡ്, അതിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു ഗണം, അഥവാ സഭ ഉപദ്രവത്തിൽ കൂടെ കടന്നുപോയതിനു ശേഷം സഭ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടെ കടന്നുപോയി സമാധാനത്തിൽ ആ തെറ്റാനിക്കുന്ന ഉപദേശങ്ങൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ചില പ്രിയപ്പെട്ടവരോ യഥാർത്ഥ സത്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇടിയായിത്തീർന്ന ഒരു കൂട്ടമാണ് ദോസ് എസ്കേപ്ഡ് സർദീസിലെ സഭ എന്ന് പറയുന്നത്. അവിടുത്തെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്യാചാരം അവിടെ ഇല്ല, അവിശ്വാസങ്ങൾ അവിടെ ഇല്ല, അന്ധമായിരിക്കുന്ന യാതൊന്നുമില്ല, ഭക്തിയുണ്ട്, അതിനനുസരിച്ച് വിശ്വാസത്തിന് ഉപദേശമുണ്ട്. ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരു സഭ. ആ സഭയെ നോക്കിക്കൊണ്ട് അരുമനാഥനാകുന്ന യേശു സഭയെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നത്, എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേർ നിനക്ക് അവിടെ ഉണ്ട്, നീ അവർ യോഗ്യന്മാരാകയാൽ. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുക, അരുമനാഥനാകുന്ന യേശു ഈ സഭയെ രണ്ട് കാറ്റഗറിയായിട്ട് തിരിച്ചു. യോഗ്യമായിരിക്കുന്ന നടപ്പ്, അതാണ് എൻ്റെ സബ്ജക്റ്റ്. യോഗ്യമായിരിക്കുന്ന നടപ്പിലേക്ക് കടന്നു വരുമ്പോൾ അരുമനാഥനാകുന്ന യേശു പറഞ്ഞു, അതിൽ സർദീസില് ഒരു കൂട്ടം ആൾക്കാർ, കുറച്ച് പേരുണ്ട്, ഒരു മജോറിറ്റി അല്ല, ഒരു മൈനോറിറ്റി ആ സഭയ്ക്കകത്തുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഉടുപ്പ് മലിനമാകാത്തതാണ്. അപ്പോൾ
ബാക്കിയുള്ള മജോറിറ്റി എന്താണ് പ്രത്യേകത? അവരുടെ ഉടുപ്പ് മലിനമായതാ. എന്താ ഉടുപ്പ് മലിനമാകുക? എന്താ ഉടുപ്പ് മലിനമാകാത്തത്? സഖറിയ പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു ഭാഗം കാണുവാൻ സാധിക്കും. സഖറിയ chapter 3 verse 3. പെട്ടെന്ന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എന്താ മഹാപുരോഹിതനായിരിക്കുന്ന യോശുവയെക്കുറിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത്? മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മഹാപുരോഹിതനായ യോശുവ ദൂതന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തായിരുന്നു ആ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത്? അൺഡിഫൈൽഡ് ഡ്രസ്. എന്തായിരുന്നു ഈ അൺഡിഫൈൽഡ്? ഒരു രീതിയിൽ നമ്മളൊന്ന് വ്യാഖ്യാനിക്കാമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആ വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നത് ഒരു ഹോളിനെസ്, ഒരു വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്ന് അശുദ്ധമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു കൂട്ടര്, രണ്ടാമത്തത് വിശുദ്ധമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന വേറൊരു കൂട്ടര്. ഇവിടെ യോഗ്യമായി നടക്കുക ഈ രണ്ട് കൂട്ടമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അതിനെ തിരിച്ചപ്പോൾ ഒരു കാര്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു മജോറിറ്റി അവരുടെ ഉടുപ്പ് മലിനമായി ജീവിക്കുമ്പോൾ അതിനകത്തൊരു മൈനോറിറ്റി ഉണ്ട് ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവര്. ഞാൻ പറയട്ടെ, മജോറിറ്റി അപ്രകാരമാണെങ്കിലും നീ ഒരു മൈനോറിറ്റിയായിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ആ മൈനോറിറ്റിക്കകത്ത് എനിക്കും നിങ്ങൾക്കും ഉടുപ്പ് മലിനമാകാതെ ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെ ഉടുപ്പ് മലിനമാകണമെന്നില്ല. ചുറ്റുപാടുകൾ വഷളത്തുള്ള ഞാൻ നിങ്ങൾ കാണുമ്പോൾ, മികച്ചത് ഞാൻ നിങ്ങൾ കാണുമ്പോൾ, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കത് വരണമെന്നില്ല. എനിക്കും നിങ്ങൾക്ക് വേർപെട്ട് ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു സഭയെക്കുറിച്ച് നോക്കുമ്പോൾ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മജോറിറ്റിയുടെ പിന്നാലെ കടന്നു പോകുന്ന ഒരു കൂട്ടത്തെ അല്ല കർത്താവായ യേശു നോക്കുന്നത്. തങ്ങളുടെ തന്നെ വസ്ത്രം അലക്കി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ കർത്താവ് ആഗ്രഹിക്കുന്നുവെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, എന്താണ് ഈ പുതുവർഷത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്? യോഗ്യമായി നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വസ്ത്രം അഴുക്കാകാതെ സൂക്ഷിക്കുക, നമ്മുടെ വസ്ത്രം വെണ്മയായിട്ട് സൂക്ഷിക്കുക, നമ്മുടെ വസ്ത്രം അഴുക്കാകുവാൻ ഇടയാകരുത്. ഞാൻ ആ വസ്ത്രത്തെ ഞാൻ ഒന്ന് കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയാം, ആ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാകുന്നുവെങ്കിൽ, അത് ഹോളിനെസ് ആകുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന 2-3-4 പോയിന്റ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ഓർപ്പിക്കട്ടെ, ഈ വർഷത്തിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധിയിൽ ജീവിപ്പാൻ വേണം. ദൈവത്തിന് യോഗ്യമായിരിക്കുന്ന നടപ്പ് എന്നിലും നിങ്ങളിൽ കൂടെ ഉണ്ടാകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ എന്തുകൊണ്ട് അരുമനാഥനാകുന്ന യേശു യോഗ്യന്മാരായവരെ കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന ചില പോയിന്റ്സ്, അതാണ് ഈ പുതുവർഷത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത്. യോഗ്യതയോടുകൂടെ ഞാൻ നടക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുവാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ് അതിൻ്റെ പ്രത്യേകത? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവർ യോഗ്യന്മാരാകയാൽ, പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് നാം കർത്താവായ യേശുവിനോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കും. Note that holiness and walking with Jesus are connected. കർത്താവായ യേശുവിനോടുകൂടെ നടക്കുക. കർത്താവായ യേശുവിനോടുകൂടെ നടക്കണമെങ്കിൽ ഒരു വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധി ഇല്ലാതെ യേശുവിനോടുകൂടെ നടക്കുവാനായിട്ട് സാധ്യമല്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ മജോറിറ്റിയോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു നടക്കുന്നുവെന്നല്ല പറയുന്നത്. അവർ യോഗ്യന്മാരായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരോടുകൂടെ ഞാൻ നടക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടെ നടന്നാൽ ഇതാണ് ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. 2014 നമുക്കെങ്ങനെ നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, യേശു എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ
അത് മാത്രം മതി 2014 അനുഗ്രഹമാകാൻ. വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. എൻ്റെ യേശു എൻ്റെ കരങ്ങളെ പിടിക്കുന്നുവെങ്കിൽ, ആ യേശു ക്രിസ്തു എൻ്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് എന്നെ മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ അതാണ് 2014 അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, God demands a holiness. ആ ഹോളിനെസ് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. അവൻ നിങ്ങളോടുകൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. He want to walk with you. അവൻ നിങ്ങളോടുകൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ വലിയ ആഗ്രഹം നമ്മോടുകൂടെ ദൈവത്തിൻ്റെ വിശുദ്ധവചനപ്രകാരം പറയുന്നു. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ഹോളിനെസ്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പ്രകാരം പറയുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ബലിയേലിനും ക്രിസ്തുവിനും തമ്മിൽ എന്ത് പൊരുത്തം? വിഗ്രഹപദത്തിന് എന്ത് യോഗ്യത? വിഗ്രഹങ്ങൾക്ക് എന്ത് ദൈവാലയത്തിനോ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അതെ പിന്നീട് തുടർന്ന് പറയുക, അശുദ്ധനും ശുദ്ധനും തമ്മിൽ എന്ത് പ്രത്യേകത? വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എന്ത് ഓഹരി? പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഒരിക്കൽ പോലും ഒരുമിച്ച് ചേരാൻ പറ്റാത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ട് അരുമനാഥനാകുന്ന യേശു വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവൻ എന്നോടുകൂടെ നടക്കണമെങ്കിൽ, അവൻ എന്നോടുകൂടെ ആയിരിക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമായിരിക്കണം. ഈ പുതുവർഷത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ തീരുമാനം അതായിരിക്കുമോ? ബാക്കി സകലത്തെക്കാളുപരിയായിട്ട്, സകല നന്മകളെക്കാളുപരിയായിട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു വാക്ക് വിത്ത് ഹിം. എൻ്റെ യേശുവിനോടുകൂടെ നടക്കുവാൻ എനിക്ക് സാധിക്കണം. എൻ്റെ യേശുവിനോടുകൂടെ എനിക്ക് നടക്കണം. മുൻപിലെ പ്രശ്നം എന്തെന്നുള്ളത് എൻ്റെ മുമ്പിലൊരു പ്രശ്നമല്ല. മുൻപിൽ എന്തെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളൊരു പ്രശ്നമല്ല. എൻ്റെ യേശു എന്നോടുകൂടി ഉണ്ടെങ്കിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്നോടുകൂടി ഉണ്ടെങ്കിൽ അവൻ ജയാളിയാണ്. ആ ജയം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കട്ടെ, 2014 നാം കാലെടുത്ത് വെച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ഹോളിനെസ്സിൽ കൂടെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക. രണ്ടാമത്തെ വിഷയം, 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, Revelation chapter 3 verse 2. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു വസ്ത്രം, അയോഗ്യമായിരിക്കുന്ന വസ്ത്രം ധരിച്ചവരെക്കുറിച്ച് യേശു പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. വേറെ രീതിയിൽ ഞാനത് പറയട്ടെ, പെർഫെക്റ്റ് വർക്ക് അവരുടെ ജീവിതത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വേർഡ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഈ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്? പ്രവൃത്തി കൊണ്ടുവരുന്നതാണ് ഫ്രൂട്ട്ഫുൾനെസ്, ഫലം കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഹോളിനെസ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ് ആർ കണക്റ്റഡ് വിത്ത്. ഈ വാസ്തവത്തിൽ ഒരു വിശുദ്ധിയും ഫലം കായ്ക്കുന്നതും അത് ഒരുമിച്ച് പോകുന്നതായ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, അരുമ ഈ പ്രത്യയമായിരിക്കുന്ന കാലയളവിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒന്ന് ശാന്തമായിട്ട് ഓക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രത്തോളം എൻ്റെ ഉള്ളിൽ ആ ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾ ഓക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി. പാപം ചെയ്തപ്പോഴാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഇപ്രകാരം പറയും, ദൈവമേ എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. പാപികൾ മനം തിരിയണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ രക്ഷയുടെ സന്തോഷത്തിൽ മുൻപോട്ട് കടന്നു പോകേണ്ടത് വളരെ ആവശ്യമാണ്. എന്നിലും നിങ്ങളിലും ആ സന്തോഷമില്ല എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾക്ക് കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ വലിയ ചലനം വരുത്തണമെന്നോ ആവശ്യമൊന്നുമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ വാക്കിനകത്ത് യാതൊരു വിലയുമില്ല. സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഞാനും നിങ്ങളും എൻ്റെ കർത്താവ് വിശുദ്ധിക്ക് വേണ്ടി വേർപെട്ട് നിൽക്കുമ്പോൾ അവിടെയാണ് എനിക്കും നിങ്ങൾക്ക് ഫലം കായ്പാനായിട്ട് അവൻ സാധ്യമാക്കി തരുന്നത്. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ അങ്ങനെയെങ്കിൽ മുന്തിരിവള്ളിയിൽ വസിക്കേണ്ടത് ഈ കൊമ്പിന് ആവശ്യമായിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന കൊമ്പ് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ മാത്രമേ എനിക്കും നിങ്ങൾക്കൂടെ ഫലം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഞാൻ ഓർപ്പിക്കട്ടെ, 2014 നമ്മുടെ മുമ്പിൽ കടന്നു വന്നു. ഈ വർഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സഭയെ നോക്കിക്കൊണ്ട് നിന്റെ പ്രവൃത്തി പൂർണ്ണതയില്ല എന്ന് കർത്താവ് യേശു പറഞ്ഞിട്ട് അതിനെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ ഇടിയായിത്തീരുമെന്ന് കർത്താവ് യേശു പറഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ സ്വർഗ്ഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാനും നിങ്ങളും ഫലം കൊണ്ടുവരണമെന്നുള്ളത്. ഇന്ന് ഈ 2014 നമ്മുടെ ഒരു മോട്ടോ അതാകട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു. ദൈവം ഒന്ന് നമ്മുടെ മുമ്പിൽ ഒരു കാഴ്ചപ്പാട് വരുത്തുവാൻ സാധിക്കുമെങ്കിൽ മറ്റൊന്നുമല്ല, ഈ ദിവസങ്ങളിൽ ചില ആത്മാക്കളെ നേടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ചിലത് ഫലം കൊണ്ടുവരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഇതായിരിക്കട്ടെ നമ്മുടെ മുൻപിലെ ഒരു തീരുമാനം. വിൻ എ സോൾ അറ്റ് എനി കോസ്റ്റ്. എത്ര വില കൊടുക്കേണ്ടി വന്നാലും ഒരാത്മാവിനെ നേടുക എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, അതിനനുസൃതമായിട്ട് എനിക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ, സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ട് എന്നെയും നിങ്ങളെ കാണുവാൻ സാധിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഹോളിനെസ്സും ഫ്രൂട്ട്ഫുൾനെസ്സും അത് ഒരുമിച്ച് കടന്നു പോകുന്ന കാര്യങ്ങളാണ്. വിശുദ്ധിയില്ല എങ്കിൽ ദൈവത്തെ വേണ്ടി ഫലം കായ്പാൻ സാധ്യമല്ല. ഫലം കായ്ക്കണമെങ്കിൽ വിശുദ്ധി വളരെ ആവശ്യമാണ്. 3-ാമത്തെ പോയിന്റ്, അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, അവർ യോഗ്യന്മാരായാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. വെള്ളയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ 2-3 ചിന്തകളാണ് അതിന് സിഗ്നിഫൈസ് കൊടുത്തിരിക്കുന്നത്. 1, വെള്ളയെന്ന് പറയുന്നത് അത് പീസിനെ ചൂണ്ടിക്കാണിക്കുന്നു. 2, വെള്ളയെന്ന് പറയുന്നത് ഹോളിനെസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നു. 3, സാധാരണ ഒരു യുദ്ധം ജയിക്കുമ്പോൾ അവരെ യുദ്ധത്തിൽ അവിടെ വെള്ള വസ്ത്രമെന്ന് പറയുന്നത് ഒരു ജയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ ഒരു ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹോളിനെസ് ആൻഡ് victory in life goes together. വിശുദ്ധ ജീവിതവും യഥാർത്ഥമായിട്ട് വിശുദ്ധ ജീവിതവും ജയജീവിതവും അത് ഒരുമിച്ച് പോകുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ജയാളികളാകണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് ആവശ്യമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി തെളിവുകൾ എനിക്ക് തരുവാനായിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കുവാൻ പോകുകയാണ്. യോശുവ ഇസ്രായേൽ മക്കളെ മുൻപോട്ട് നയിക്കുക. അവർ നോക്കുമ്പോൾ മുൻപിൽ യോർദാൻ വലിയ ഒരു തീരം കവിഞ്ഞ് ഒഴുകുന്ന നദിയായിട്ടിരിക്കുമ്പോൾ, എങ്ങനെ അക്കരെ കടക്കുന്നത് സാധ്യമാകാതിരിക്കുമ്പോൾ, ദൈവം തന്റെ ദാസനാകുന്ന യോശുവയിൽ കൂടെ ഒരാലോചന പറഞ്ഞു കൊടുത്തു. ആലോചന പറഞ്ഞിട്ട് യോശുവ താഴെ വന്ന് ജനത്തോടൊരു കാര്യം പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഒരത്ഭുതത്തിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ഡിമാൻഡ്സ് ഹോളിനെസ്, ഒരു വിശുദ്ധി അതിനു മുമ്പ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കാണണമെങ്കിൽ അതിനു മുൻപ് ഒരു വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധ ജീവിതം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ മക്കളോട് പറയുന്നു, നിങ്ങളുടെ പാളയം അശുദ്ധമാകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. എന്തുകൊണ്ടെന്നാൽ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ നിന്റെ ദൈവമായ യഹോവ രാത്രി നിന്റെ പാളയത്തിൽ കൂടെ നടക്കുന്നു. എന്നാൽ പാളയം അശുദ്ധമായിട്ട് ദൈവം അവിടെ കടന്നു വരാതിരിക്കുവാനായിട്ട് ഇടയാകരുത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യഹോവയാം ദൈവം എനിക്കും നിങ്ങൾക്കും ജയം തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, എൻ്റെയും നിങ്ങളുടെ വിഷയത്തിൽ ജയം തരുവാൻ അവൻ വാഞ്ചിച്ചുകൊണ്ട്, എൻ്റെയും നിങ്ങളുടെ പാളയത്തിൽ കൂടെ നടക്കുമ്പോൾ അവൻ കാണുവാൻ ഒന്നാഗ്രഹിക്കുന്നു, എൻ്റെ പാളയം അശുദ്ധമായി തീരുവാൻ. സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്താ ഇവിടെ വേണ്ടത്? ഹോളിനെസ്. എന്ത് കൊണ്ടുവരുന്നു? ഒരു ജയജീവിതം കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 2014 ദൈവത്തിന്റെ മക്കൾക്ക്, തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർക്ക്, യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവന്റെ വരവിന് വേണ്ടി പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ജീവിതങ്ങൾക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ജയത്തിന്റെ വർഷം തന്നെയായിരിക്കും. അവർക്കിതൊരു പരാജയത്തിൻ്റെ വർഷമല്ല, അവർക്കൊരു ജയത്തിൻ്റെ വർഷമാണ്. കാരണം എന്നാണെന്ന് അറിയാമോ? അരുമനാഥനാകുന്ന യേശു അവരോടുകൂടെ നടക്കുക. ജയത്തിൻ്റെ ദൈവം അവരോടുകൂടെ നടക്കുക. നാം ഇപ്പോൾ പാടുകയുണ്ടായി, എൻ്റെ യേശുവിനെ പോലെ ആരുമില്ല, എൻ്റെ യേശുവിനെ പോലെ ആരുമില്ല, സഹോദര വേറെ ആരുമില്ല, എൻ്റെ യേശുവിനെ തുല്യം പറയുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനില്ല, ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ആ വലിയവനാകുന്ന യേശു എന്നോടുകൂടെ ഉണ്ടെങ്കിൽ
2014 എനിക്കൊരു ജയത്തിൻ്റെ വർഷമായിരിക്കും. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ യേശു എന്നോടുകൂടി ഉള്ളത് കൊണ്ട് 2014 എനിക്ക് ജയത്തിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരത്തുള്ള യുദ്ധമില്ലെന്നല്ല, അതൊന്നും എൻ്റെ മുമ്പിൽ പ്രശ്നമല്ല. യുദ്ധം വന്നാലും ഞാൻ ജയാളിയായിരിക്കും. അടുത്ത ഇരിക്കുന്ന ആൾക്കാരങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടോ, 2014 ജയത്തിൻ്റെ വർഷമായിരിക്കും. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ ഈ 2014 നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ ഈ 2014 നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കുകളാത്. 2014 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷം, 2014 ഒരു ജയത്തിൻ്റെ വർഷമാണ്. അവസാനമായിട്ട് ഈ രണ്ട് എന്താണ് അവിടെ ആവശ്യമായിരിക്കുന്നത്? അതിൻ്റെ 3-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 5. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ഞാൻ അതിന് വേറെ ഒറ്റ പേര് കൊടുക്കുക, അവരെ സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഹോളിനെസ് ആൻഡ് എൻട്രിങ് ഇൻ ടു ഹെവൻ ഈസ് കണക്റ്റഡ്. വിശുദ്ധി, ദൈവരാജ്യത്തിലേക്ക് ചെന്നെത്തണമെങ്കിൽ വിശുദ്ധി കൊണ്ടേ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അവൻ്റെ പേർ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ വിളിച്ചു പറയും, അവൻ്റെ പേർ ദൂതന്മാരുടെ മുമ്പിൽ വിളിച്ചു പറയും. ആരുടേതാണെന്നറിയാമോ? യോഗ്യതയോടുകൂടെ നടക്കുന്നവരുടെ ജീവിതം. യോഗ്യതയോടുകൂടെ നടക്കുവാൻ സാധിക്കുമെങ്കിൽ അവരുടെ വിഷയമെന്ന് പറയുന്നത് 2014 കർത്താവ് വന്നാലും വേണ്ടില്ല, വന്നില്ലെങ്കിലും വേണ്ടില്ല, ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചാലും വേണ്ടില്ല, ജീവിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ വിട്ടുപിരിയുന്നത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. ഞാൻ വിട്ടുപിരിയുന്നത് എൻ്റെ യേശുവിനോടുകൂടെ. ഭയപ്പെടേണ്ട ഒരു വിഷയം എൻ്റെ മുമ്പിലില്ല, ഭയപ്പെടേണ്ട ഒരു വിഷയം ഒരു ദൈവപൈതലിൻ്റെ മുമ്പിലില്ല. 2014 നിങ്ങളുടെ മുമ്പിൽ വാട്ട് മേ ഇറ്റ് കം, നിങ്ങളുടെ ജീവിതം വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിനുള്ളവരാ. അരുമനാഥൻ്റെ ആകുന്ന യേശുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വിഷയങ്ങൾ വെളിപ്പെടുത്തുന്ന സ്ഥാനത്ത് ഈ നാളുകൾ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്, ഈ നാളുകൾ കർത്താവിൻ്റെ വരവേണ്ടി ഒരുക്കപ്പെടുക. ഈ യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരും അവരുടെ തമ്മിലുള്ള വ്യത്യാസം കൂടെ ഒന്ന് മനസ്സിലാക്കി, ഞാൻ 2 മിനിറ്റ് എടുക്കത്തുള്ളൂ, മനസ്സിലാക്കി ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. എന്താ യോഗ്യതയുള്ളവരുടെ പ്രത്യേകത, യോഗ്യതയില്ലാത്തവരുടെ പ്രത്യേകത? വായിച്ചാട്ട് 1-ാമത്തെ വാക്യം, 1-2 വാക്യം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ ആ ആ അപ്പോൾ ഒന്നാമത് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ യോഗ്യതയില്ലാത്തവരുടെ കാര്യമല്ല, യോഗ്യതയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, ദേ ഹാവ് ലൈഫ് ഇൻ ദം, അവരിൽ ജീവനുണ്ട്. ആ ജീവൻ എന്ന് പറയുന്നത് മാനുഷിക ജീവനല്ല, യേശു അവരിൽ കൊടുത്ത ജീവനാണ്. ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദം. അപ്പോൾ യോഗ്യന്മാരിൽ ഒന്നാമതുണ്ടാകേണ്ടത് യേശുവിൻ്റെ ജീവൻ അവരിലുണ്ടായിരിക്കണം. 2-ാമത്തെ പ്രത്യേകത വായിച്ചോ താഴോട്ട്. ആ ആ ആ 2-ാമത്തെ വിഷയം, ഹോൾഡ് ഓൺ വാട്ട് യു റിസീവ്ഡ്. നീ പ്രാപിച്ചത് മുറുകെ പിടിക്കുക. ഹോൾഡ് ഓൺ വാട്ട് യു റിസീവ്. നീ പ്രാപിച്ചത് മുറുകെ പിടിക്കുക. 3-ാമത്തത്, നീ കേട്ടത് മുറുകെ പിടിക്കുക. ഹോൾഡ് ഓൺ വാട്ട് യു ഹിയർ, വാട്ട് യു ഹേർഡ്. ഹോൾഡ് ഓൺ വാട്ട് യു ഹേർഡ്. നീ കേട്ടത് മുറുകെ പിടിക്കുക. നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസേണിങ് സ്പിരിറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതിൻ്റെ ആവശ്യതയെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കേട്ടത്, നമ്മൾ പ്രാപിച്ചത് മുറുകെ പിടിക്കേണ്ട ആവശ്യം. 4-ാമത്തെ പോയിന്റ് താഴെ, അതിന് മുകളിലോ, അതിന് മുകളിലോ, മാനസാന്തരപ്പെടുക. ഞാൻ അവിടെ കൊടുക്കുകയാണ് ഇവരുടെ ഒരു പ്രത്യേകത, ദേ ഹാവ് എ ഹാർട്ട് ഓഫ് റെനിവൻസ്.
ഒരു പുതിയ വരുന്നപ്പെട്ട ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു റിപ്പൻറ്റൻസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ട് അനുദപിച്ചു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും അവർക്ക് റിപ്പൻറ്റൻസ് ഓരോ ദിവസവും ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ആ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ എന്താ വേണ്ടത്? ഒരു റിന്യൂവിങ് ഹാർട്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യോഗ്യതയുള്ളവരുടെ ലക്ഷണം. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് ദൈവത്തിന് മുമ്പാകെ നടച്ചാട്ടോ. കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ തിരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോടെന്ന് പറയുമോ, യോഗ്യതയുള്ളവരായി നടക്കുവാൻ, യോഗ്യരായി നടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ എത്ര പേര് അതിനുവേണ്ടി ഒരുക്കമുണ്ട്? കർത്താവെ, 2014 എൻ്റെ മുമ്പിലുണ്ട്. ഈ 2014 യോഗ്യരായി നടക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. യോഗ്യരായി നടക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. എത്ര പേര് ഇന്ന് രാത്രി ആ തീരുമാനമെടുക്കുന്നുണ്ട്? ആ യോഗ്യതയോടുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ആദ്യമാണ് നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുണ്ടായി, നമുക്ക് ഹോളിനെസ്, ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം. വിശുദ്ധി എന്ന് പറയുന്നത് നത്തിങ് എൽസ്, സെപ്പറേഷൻ ഫ്രം അൺഹോളിനെസ്. അശുദ്ധിയിൽ നിന്ന് വേർപെടുന്നത്, അതാണ് വിശുദ്ധി. അങ്ങനെ ഇന്ന് രാത്രി ദൈവത്തോട് പറയുമോ, കർത്താവെ, ഞാനായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരു മജോറിറ്റി ലോകത്തിന് പിന്നാലെ കടന്നു പോകുമ്പോൾ അതിനൊരു മൈനോറിറ്റിയായി എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, യോഗ്യതയോടുകൂടെ നടക്കുവാൻ എനിക്ക് എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിൻ്റെയും ഒരു അനുതാപത്തിൻ്റെയും ഒരു തീരുമാനത്തിൻ്റെയും ദിവസമായി മാറട്ടെ. ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുതിയ തീരുമാനത്തോടുകൂടെ കടക്കുവാൻ സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അച്ചടിക്കുമ്പോൾ, എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേര് ആ തീരുമാനമെടുക്കുന്നുണ്ട്? കർത്താവേ, 2014 യോഗ്യതയോടുകൂടെ നടക്കുവാൻ ഇതാ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഫലമേൽപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ യേശുവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. എൻ്റെ യേശുവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ കൃപ ചെയ്യണമേ. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആ തീരുമാനം ദൈവത്തിന് മുൻപാകെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വലതുകരങ്ങളൊന്നും ഉയർത്തിയാട്ടോ. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ ശക്തമായിട്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവേ, യോഗ്യതയോടുകൂടെ നടക്കുവാൻ എൻ്റെ കർത്താവേ ഞാൻ തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനം എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്കൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധമായിരിക്കുന്ന കരങ്ങൾ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരൽപ്പ നിമിഷങ്ങൾ എല്ലാവരും വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടോ. ദൈവത്തിന് യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ. കരങ്ങൾ ഉയരട്ടെ, നാവുകൾ ചലിക്കട്ടെ. അല്പ നിമിഷങ്ങൾ ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞാട്ടോ, എൻ്റെ പിതാവ് യോഗ്യരായിട്ട് നടക്കുവാൻ ഇതാ ഞാൻ എൻ്റെ കാലെടുത്ത് മുൻപിൽ വെക്കുക. ഹല്ലേലൂയ. അയോഗ്യരായിട്ടല്ല കർത്താവേ, യോഗ്യതയോടുകൂടെ നടക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മജോറിറ്റിയെ ഞാൻ നോക്കുന്നില്ല, ആ മൈനോറിറ്റിയിൽ ഞാനും ഉൾപ്പെടുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥനാകുന്ന യേശു ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ നിങ്ങൾ ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞ 2014 എൻ്റെ കർത്താവേ, ആ തീരുമാനത്തോടെ ഞാൻ മുൻപോട്ട് കടന്നു വരികയാണ്. ആ തീരുമാനത്തോടെ യെസ് മൈ ഫാദർ, വി താങ്ക് യു. ഇന്ന് രാത്രി ദൈവം ചില മിനിറ്റുകൾ നിങ്ങൾക്ക് തരുവാനായിട്ട് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്വയമായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്താൽ യെസ് മൈ ഫാദർ. ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ നാവിൽ കൂടെ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ട് ഹാലൽ എന്ത് തീരുമാനം 2014 എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ഇന്ന് രാത്രി ആ തീരുമാനം ദൈവത്തോട് പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വലിയ ശബ്ദത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ നിങ്ങളുടെ നാവിൽ കൂടെ വെളിപ്പെടട്ടെ. എൻ്റെ കർത്താവേ, യോഗ്യതയോടുകൂടെ നടക്കുവാൻ ഇതാ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നു.